ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് മാരുതി സുസുക്കി ആൾട്ടോ 800 ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് റൈറ്റ് സൈഡിലെ വൈൻഡർ പൊങ്ങുന്നുമില്ല, അതുപോലെ തന്നെ താഴുന്നുമില്ല. ആ ലിവർ വെറും ഫ്രീ ആയിട്ട് തന്നെ കിടക്കണം. അപ്പോൾ എന്താണ് കംപ്ലൈൻറ്റ് നമുക്ക് നോക്കാം. ബാക്ക് റൈറ്റ് ഗ്ലാസിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. നമ്മളിത് തിരിക്കുന്ന സമയത്ത് ഗ്ലാസ് പൊങ്ങുന്നുമില്ല, അതുപോലെ തന്നെ താഴുന്നുമില്ല. അതുപോലെ തന്നെ നല്ല ഫ്രീ ആയിട്ടാണ് ഈ ഒരു വൈൻഡറിൻ്റെ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് വൈൻഡർ അസംബ്ലി പോയതായിരിക്കും. കാരണം ഇവിടെ നിന്നുള്ള ആ ജോയിൻറ്റ് കട്ടായി പോകുന്നതുകൊണ്ട് വരുന്നതാണ്. അതല്ലാതെ നമ്മൾ തിരിക്കുമ്പോൾ സമയത്ത് മേളിൽ പോയി ഉടക്കുന്നുണ്ട്, പിന്നെ താഴോട്ട് വരുമ്പോൾ താഴെ പോയി സ്റ്റോപ്പ് ആവുന്നുണ്ടെങ്കിൽ ഗ്ലാസും ഈ വൈൻഡർ അസംബ്ലിയും തമ്മിലുള്ള ആ ഒരു ബന്ധം പോയതായിരിക്കും. കാരണം അതിൻ്റെ ഒരു ചാനൽ വരുന്നുണ്ട്, ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്നൊരു ചാനൽ വരുന്നുണ്ട്, അത് പോയതായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതിൽ എങ്ങും പോയി മുട്ടുന്നതായിട്ടോ ഉള്ള ഫീലോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ മീൻസ് ഇതിൻ്റെ വൈൻഡർ അസംബ്ലി പോകാനാണ് കൂടുതലായിട്ടുള്ള ചാൻസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡോർ പാഡ് അഴിച്ചെടുക്കാം. നമുക്ക് ഈ ഡോർ പാഡ് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഡോർ പാഡ് അഴിച്ചെടുക്കാനായിട്ട് ആദ്യം ഈ ഒരു കവിള് നമ്മൾ എടുക്കുക. കാരണം ഇതിന് വേറെ സ്ക്രൂവോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഈ കൈ കൊണ്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ വരുന്ന ഈ ഒരു 2 ക്ലിപ്പും ഇവിടെ ഒരു ലോക്കുമാണ് ഇതിന് വരുന്നത്. ഓക്കെ, ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം ഇതിനെ ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് ജസ്റ്റ് ഇങ്ങനെ ആക്കി വെച്ചിട്ട് വേണം ഇത് ഇടാനായിട്ട്. ഈ ഒരു പൊസിഷനിൽ ഇടാനായിട്ട് സാധിക്കില്ല. ഇനി നമുക്ക് ഈ ഒരു സ്റ്റാറാണ് അഴിച്ചെടുക്കേണ്ടത്. ഈ ഒരു സ്റ്റാർ അഴിച്ചെടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ ഊരിയെടുക്കുക. ശേഷം നമുക്ക് ഈ ഡോർ ഹാൻഡിലിൻ്റെ ഇന്നർ ഹാൻഡിലിൻ്റെ കപ്പിൻ്റെ സ്റ്റാർ ഊരിയെടുക്കണം. അതിനായിട്ട് ഇതിനുള്ളിൽ ഒരു സ്റ്റാർ ഉണ്ട്. ആ സ്റ്റാർ നമുക്ക് ഊരിയെടുക്കാം. അത് ഊരിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യിക്കുക. എന്നാൽ മാത്രമേ ഇതിനുള്ളിൽ 2 ലോക്കുണ്ട്. ആ ലോക്ക് വിടിച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡോർ പാഡ് പൊക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് ലോക്ക് ഊരിയെടുക്കാതെ നമ്മൾ ഡോർ പാഡ് പൊട്ടിക്കഴിഞ്ഞാൽ ആ ലോക്ക് പൊട്ടിപ്പോവും. ജസ്റ്റ് ബാക്കിലോട്ട് മൂവ് ചെയ്യിക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു ഫ്രീ മൂവ്മെൻറ്റിൽ ഇടുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഹാൻഡിലിൻ്റെ ലോക്കാണ് എടുക്കേണ്ടത്. അതിനുശേഷം അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈനസ് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിനുള്ളിലായിട്ട് ആ ലോക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിനുള്ളിലായിട്ട് ഒരു ലോക്കുണ്ട്. ആ ലോക്കിനെ കറക്റ്റ് ഈ ഒരു മൈനസ് കൊണ്ടുവെക്കുക. വെച്ചതിന് ശേഷം തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ലോക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത്. ഈ ലോക്ക് ഇങ്ങനെയായിരിക്കും അറ്റാച്ചായിട്ട് നിൽക്കുന്നത്. ഇങ്ങനെയായിരിക്കും അറ്റാച്ചായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മൈനസ് ഇതുവഴി അങ്ങോട്ട് കയറ്റിയിട്ട് ഇവിടെ ടച്ച് ചെയ്തിട്ട് ഈ വൈൻഡർ ഇങ്ങോട്ട് കറക്കി കഴിഞ്ഞാൽ ഇത് മേളോട്ട് പോയിട്ട് ഇത് ഊരി വന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു പോർഷൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഡോർ പാഡ് ഊരിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ സൈഡിൽ മൊത്തം ക്ലിപ്പുകളാണ് വരുന്നത്. ഈ ക്ലിപ്പുകളെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 4 സൈഡിലും ക്ലിപ്പുകളുണ്ട്. ഈ ഭാഗത്തും ക്ലിപ്പുകളുണ്ട്. ഇതും വലിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഊരി. ഇപ്പോൾ ഇത് ഡോർ പാഡ് ഫ്രീ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഉള്ളിലായിട്ട് കയറ്റി വേണം. അപ്പോൾ ഇതിനെ വലിച്ചിട്ട് ഇങ്ങനെ ചരിച്ച് കഴിഞ്ഞാൽ അകത്തോട്ട് കയറിപ്പോവും. അതുപോലെ തന്നെ നമുക്ക് ഡോർ പാഡ് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞ ഈ വൈൻഡർ ഹാൻഡിൽ ലോക്ക് വരുന്നത് ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഇവിടെയും ഒരു ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ലോക്ക് ഈ 2 ഹോളിലാണ് ലോക്ക് അയച്ചെടുക്കുന്നത്. അതായത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വെച്ചിട്ടാണ് സ്ക്രൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡോർ പാഡ് അയച്ചെടുക്കുമ്പോൾ ഇത് ലോക്കായിട്ട് തന്നെ കിടക്കും. അതിനാണ് മുന്നിലോട്ട് നീക്കിയിട്ട് വലിക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ലോക്ക് ആ ഒരു ആംഗിളായിരിക്കും ഈ ലോക്ക് വരുന്നത്. ഇതിൻ്റെ കവറാണ് റിമൂവ് ചെയ്യേണ്ടത്. കവർ ജസ്റ്റ് പശയിൽ നിന്ന് വിടിയിച്ചെടുക്കുക. ഒത്തിരി അങ്ങ് വലിച്ച് കീറി എടുത്തു കഴിഞ്ഞാൽ ഈ കവറ് കീറിപ്പോവും. അപ്പോൾ ഇതൊക്കെ ഇതേപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ഈ സൈഡ് മൊത്തം കവർ നമുക്ക് ബാക്കിലോട്ട് ഊരി വെക്കാം.
ഇത്രയും ഭാഗത്തെ കവറ് താഴോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫുള്ളായിട്ട് ഊരിയെടുക്കേണ്ട കാര്യമില്ല ഈ ഡസ്റ്റ് കവറ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വൈൻഡറിൻ്റെ സ്ക്രൂ വരുന്നത്. ഈ 4 സ്ക്രൂ ആണ് വൈൻഡറിൻ്റെ വരുന്നത്. അപ്പോൾ നമുക്ക് വൈൻഡറിൻ്റെ ഹാൻഡിലൊന്ന് ഇട്ടിട്ടൊന്ന് കറക്കി നോക്കാം. നമ്മൾ കറക്കുമ്പോൾ ഒരു ഫീലും കിട്ടുന്നില്ല. മീൻസ് ഇതിനുള്ളിൽ നിന്ന് ഇത് പൊട്ടിപ്പോയതുകൊണ്ടാണ് ഒരു ഫീലും ഇല്ലാത്തത്. ഗ്ലാസ് ഫുള്ളായിട്ട് പൊങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മളിത് തിരിക്കുന്ന സമയത്ത് ഗ്ലാസ്സിന് ഒരു ചലനങ്ങളും ഇല്ല. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കേസിൽ നമ്മൾ കറക്കുന്ന സമയത്ത് മേളിൽ പോയി മുട്ടുന്നുണ്ട്, അതുപോലെ തന്നെ താഴോട്ട് കറക്കുമ്പോൾ താഴെ പോയി മുട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പക്ഷേ ഗ്ലാസ് കയറുന്നില്ല. ഗ്ലാസ് അതേ ഒരു പൊസിഷനിൽ തന്നെ ഇരിക്കുകയാണ്. താഴോട്ട് കറക്കുമ്പോൾ താഴെ പോയി മുട്ടുന്നുണ്ട്, അതുപോലെ തന്നെ മേലോട്ട് കറക്കുമ്പോൾ മേളിൽ പോയി മുട്ടുന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസിൻ്റെ ഈ ബീഡിങ് ഇതിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ, അതായത് ഗ്ലാസ്സിൽ നിന്ന് ഇത് ഊരിപ്പോയി കഴിഞ്ഞാൽ ഇതേപോലെ സംഭവിക്കും. ആ കേസിൽ നമുക്ക് ഗ്ലാസ് അഴിച്ചെടുത്തിട്ട് ഇത് കറക്റ്റ് റബ്ബർ ബീഡിങ് കയറ്റിയിട്ട് അല്ലെങ്കിൽ ചാനൽ ദ്രവിച്ചു പോയതാണെന്നുണ്ടെങ്കിൽ ചാനൽ നമുക്ക് മാറ്റിയിട്ട് നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കേസിൽ നമ്മുടെ വൈൻഡർ അസംബ്ലി പോയതാണ്. അപ്പോൾ വൈൻഡർ അസംബ്ലി നമുക്ക് ഊരിയെടുക്കാനായിട്ട് ഈ 4 സ്ക്രൂ നമുക്ക് ലൂസ് ചെയ്യാം. സാധാരണ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇത് അഴിഞ്ഞ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല ടൈറ്റിലായിരിക്കും ഇത് നിൽക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ഇത് കൊത്തി അഴിക്കാനായിട്ട് സാധിക്കും, നല്ല ടൈറ്റിലായിരിക്കും ഇത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ സ്ക്രൂ ഡ്രൈവർ വെച്ച് ചിലപ്പോൾ അഴിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇമ്പാക്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇത് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തന്നെ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിന് ഇത് വെച്ച് അടിച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാനും സാധിക്കും, അതുപോലെ തന്നെ ഇത് വെച്ച് അടിച്ച് ലൂസ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ അതിൻ്റെ ബിറ്റാണ് ഈ കാണുന്നത്. കറക്റ്റ് ബിറ്റ് കയറ്റിയിടുക. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ലൂസ് പൊസിഷനിലാണ് വെച്ചേക്കുന്നത്, അതായത് നമ്മൾ ഞെക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് തിരിയും. അപ്പോൾ ഇത് ടൈറ്റിങ് പോർഷനാണ്. നമ്മൾ അടിച്ച് ടൈറ്റ് ചെയ്യുന്നത്, ഇവിടെയാണ് അടിക്കുന്നത്, അടിച്ച് ടൈറ്റ് ചെയ്യുന്ന പോർഷൻ. ഇത് നമ്മൾ ലൂസ് ചെയ്യുന്ന പോർഷൻ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ കയറ്റി വെക്കുക. കയറ്റി വെച്ചതിന് ശേഷം ഇവിടെ നമ്മൾ ഹാമർ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ലൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഒറ്റ അടി കൊണ്ട് തന്നെ സിമ്പിളായിട്ട് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ, ലെഫ്റ്റിലോട്ട് ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ അഴിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് അഴിച്ചെടുക്കാം. ഇതിൻ്റെ 3 സ്ക്രൂവും അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ നീളത്തിലുള്ള സ്ക്രൂ ആയിരിക്കും ഇതിന് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രൂ നമ്മൾ ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വൈൻഡർ ഇത് ലൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അഴിച്ചെടുക്കണമെന്നില്ല. കാരണം ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഇത് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ട് ഈ പോർഷനിലാണ് ടൈറ്റ്. അപ്പോൾ ഈ വലിയ ഹോളിൽ കൂടെ നമുക്ക് ഇത് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി വൈൻഡർ നമുക്ക് ഊരിയെടുക്കാനായിട്ട് നമ്മൾ ഇതിനെ വെളിയിലോട്ട് തള്ളുക. വെളിയിലോട്ട് തള്ളിയതിന് ശേഷം ഈ പോർഷനിൽ വെളിയിലോട്ട് ഊരിയെടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഊരിയെടുത്തിട്ട് താഴെ കൂടെ ഈ ഒരു പോർഷനിൽ കൂടെ നമുക്ക് വെളിയിലെടുക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ വൈൻഡർ ഊരിയെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ വൈൻഡർ. അപ്പോൾ ഇതിലേതാണ് ഡാമേജ് ആയെന്ന് നോക്കാം. പക്ഷേ ഫ്രണ്ടിലെ വൈൻഡർ വന്നിട്ട് ഇവിടെ 2 സ്ക്രൂ വരുന്ന ടൈപ്പ് ആയിരിക്കും. ഇവിടെ ഒരു സ്ക്രൂ വരും, അതേപോലെ തന്നെ ഈ ഭാഗത്തായിട്ടും ഈ ചാനലിന് ഒരു സ്ക്രൂ, ചാനൽ ഉൾപ്പെടെ ആയിരിക്കും നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന വൈൻഡറിന് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ വൈൻഡർ അസംബ്ലി. അപ്പോൾ എവിടെ നിന്നാണ് അതിൻ്റെ കണക്ഷൻ പോയെന്ന് നോക്കാം. നമ്മളിത് തിരിക്കുന്ന സമയത്ത് ഒരു ഫീലും ഇല്ല. ഇത് തിരിക്കുന്ന സമയത്ത് ഈ ചക്രം മുകളിലോട്ടും താഴോട്ടും വരുന്നത് കൊണ്ടാണ് നമ്മുടെ ഗ്ലാസ് ഈ ഭാഗത്ത് വന്ന് ഗ്ലാസിൻ്റെ ചാനൽ ടച്ചായിട്ട് ഗ്ലാസിനെ മേളോട്ടും താഴോട്ടും ആക്കുന്നത്. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് കിടന്ന് കറങ്ങുന്നതുകൊണ്ടാണ് ഗ്ലാസ് ചാനൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഈ പല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാത്തത് കൊണ്ട് ഗ്ലാസ് പൊങ്ങുകയും ചെയ്യുന്നില്ല, അതുപോലെ തന്നെ താഴുകയും ചെയ്യുന്നില്ല. ഓക്കെ, ഇത് ഇവിടുന്ന് പൊട്ടിപ്പോയതുകൊണ്ടാണ്, ഇതിനകത്തു നിന്നുള്ള കണക്ഷൻ പോയതുകൊണ്ടാണ് പൊട്ടിപ്പോകുന്നത്. ഇത് കൂടുതലായിട്ടും വരുന്ന ഒരു കേസ് തന്നെയാണ്. നമ്മൾ ബലത്തെ പിടിച്ച് തിരിക്കുകയോ അങ്ങനെ റഫായിട്ടൊക്കെ തിരിക്കുന്ന സമയത്ത് ഇതിനുള്ളിൽ നിന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കേസിലാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരു അതായത് നമ്മൾ വൈൻഡറിൻ്റെ ഹാൻഡിൽ വെച്ച് തിരിച്ചാൽ പോലും ഒരു ഫീലും ഇല്ല. വെറുതെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതല്ലാതെ ഈ ചക്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് പോലും ഇല്ല. ഓക്കെ, അപ്പോൾ ഈ വൈൻഡർ അസംബ്ലി നമുക്ക് പുതിയത് വാങ്ങേണ്ടതായിട്ടുണ്ട്, മാറേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പുതിയ വൈൻഡർ അസംബ്ലി വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പുതിയ വൈൻഡർ അസംബ്ലി. ഈ പഴയ നമ്മൾ കണ്ടാണ്, ഒരു ഫീലും ഇതിനകത്ത് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് കറക്കുന്ന സമയത്ത് ആ ലോഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ശരിക്കും ഇത് കറക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈൻഡർ ഹാൻഡിൽ വെച്ചിട്ട് വേണം ഇത് കറക്കാനായിട്ട്. കറക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു ശകലം ഗ്രീസ് ഇവിടെ തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഗ്രീസ് ഈ ഭാഗത്തും തേച്ച് കൊടുക്കുക. അപ്പം ചാനൽ ഫ്രീ ആയിട്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഒരു കരച്ചിൽ സൗണ്ടും, കാരണം ഈ പ്ലേറ്റിൽ ഒരയുന്ന ഒരു കരച്ചിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കും. ഇവിടുന്ന് അങ്ങ് വരെ ഗ്രീസ് കറക്റ്റായിട്ട് തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് പുതിയ വൈൻഡർ അസംബ്ലി കയറ്റിയിടാം. അപ്പോൾ കയറ്റിയിടാനായിട്ട് കറക്റ്റായിട്ട് ഈ ഭാഗത്തിൽ കൂടെ
ഉള്ളിലായിട്ട് കടത്തി വിടുക. ഉള്ളിൽ കടത്തി വിട്ടതിന് ശേഷം ഈ കാണുന്ന ആ റോളർ കറക്റ്റ് ഈ ചാനലിലോട്ട് കയറ്റി വെക്കുക. ചാനലിലോട്ട് കയറ്റി വെച്ചതിന് ശേഷം ഈ ഒരു പിന്ന് ഇവിടെ കൊണ്ട് കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോൾട്ട് ഇങ്ങോട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിടന്നോളും. എന്നിട്ട് നമുക്ക് ഗ്ലാസ് ഇതൊക്കെ മേളിലോട്ട് പൊക്കിയിട്ട് ഈ ഹോള് കറക്റ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഈ 4 ഹോളും ഈ ബാക്കി വരുന്ന ഈ 3 ഹോളും ഈ ഗ്ലാസ്സിന് നമ്മൾ പൊക്കുകയും താക്കുകയും ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പൊക്കണമെന്നുണ്ടെങ്കിൽ പൊക്കിയിട്ട് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. ആ സ്ക്രൂ ഇടുക. ഓക്കെ, അപ്പോൾ ഈ 3 സ്ക്രൂവും കറക്റ്റ് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സ്ക്രൂ നമ്മൾ കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്ത്, കാരണം പിന്നീട് നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ വെട്ടി അഴിച്ചെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് മറ്റേ മുമ്പ് ഉപയോഗിച്ച് ടൂൾ ഉപയോഗിച്ച് നമുക്ക് അഴിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ നോർമൽ ടൈറ്റ് തന്നെ ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 4 സ്ക്രൂവും ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈൻഡർ ഹാൻഡിൽ വെച്ചിട്ട് ഗ്ലാസ് പൊങ്ങും താഴും ചെയ്യുന്നുണ്ടോ നോക്കാം. നമുക്ക് ഗ്ലാസ് താക്കുമ്പോൾ താഴുന്നുണ്ട്, അതുപോലെ തന്നെ പൊങ്ങുമ്പോൾ പൊങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ കവർ ഫിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഡോർ പാഡ് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കവർ ആദ്യം ഫിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഡോർ പാഡാണ് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഡോർ പാഡ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ ഈ ലോക്കിനെ തിരിച്ചിട്ട് ഈ ഹോളിൽ കൂടെ കറക്റ്റ് വെളിയിലെടുത്ത് വെക്കുക. നമ്മളിപ്പോൾ വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ലോക്കാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ കാണുന്ന ലോക്ക് ഇതിനുള്ളിലായിട്ട് കറക്റ്റായിട്ട് കയറ്റിയിടുക. നമ്മളിപ്പോൾ ലോക്ക് കറക്റ്റായിട്ട് കയറ്റിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. ആ ലോക്ക് കറക്റ്റായിട്ട് ശകലം പൊക്കിയതിന് ശേഷം പ്രസ് ചെയ്ത് വെക്കുക. പ്രസ് ചെയ്ത് വെക്കുമ്പോൾ കറക്റ്റ് ഇവിടെ ഗ്യാപ്പ് ക്ലോസ് ആയി നിൽക്കുന്നത് കാണാം. നമ്മൾ കറക്റ്റ് അല്ല കയറ്റിയിട്ട് കയറിയത് ഉണ്ടെങ്കിൽ ഇവിടെ നല്ല രീതിയിലുള്ള ഗ്യാപ്പ് വരും. അപ്പോൾ ആ ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് പ്രസ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളും എല്ലാം ഇടാം. അപ്പോൾ ക്ലിപ്പ് ഇപ്പോൾ കറക്റ്റ് ഹോളിലായിരിക്കും നിൽക്കുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ക്ലിപ്പ് വരുന്നത് ജസ്റ്റ് അടിച്ച് വിടുക. ഓക്കെ, ബാക്കിയുള്ള ക്ലിപ്പുകളെല്ലാം നമുക്ക് പ്രസ് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ വരുന്ന ഒരു ഭാഗം കറക്റ്റായിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് തള്ളി വെക്കുക. അതിനുശേഷം ഇതിനുള്ളിലായിട്ട് കയറ്റി വിടുക. ജസ്റ്റ് ഒറ്റ പ്രസ് ചെയ്യുക, ഈക്വലാക്കുക. ഇനി ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലിപ്പ് ലൂസായിട്ടും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ലോക്കാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ലോക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് ഈ ലോക്കിൽ ഇതിനെ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് വെക്കുക. പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കിലോട്ട് പുള്ളിയുമ്പോൾ ഹോൾ കറക്റ്റായിട്ട് വരും. ഇവിടെ ലോക്കായിട്ട് നിൽക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ സ്ക്രൂ ടൈറ്റ് ചെയ്യാം. ഇവിടെ വരുന്ന കപ്പും അതിൻ്റെ സ്ക്രൂ ആണ് ഫിറ്റ് ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് കയറ്റി വെക്കുക. ഇടേണ്ടത് ഈ ഒരു കപ്പാണ്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു 3 ലോക്കാണ് വരുന്നത്. ഇത് കറക്റ്റായിട്ട് ആ ഹോളിലോട്ട് വെക്കുക. പ്രസ് ചെയ്യുക. ഫുള്ള് സീറ്റിംഗ് ആയിട്ട് എനിക്ക് ഈ 2 ലോക്കും ഇവിടെ ഒരു ചെറിയ ലോക്കും മാത്രമേ ഇതിനെ ഉള്ളൂ. നമുക്ക് വൈൻഡർ ഹാൻഡിൽ കയറ്റി വെക്കാം. വൈൻഡർ ഹാൻഡിൽ കയറ്റി വെക്കാനായിട്ട് ഇതിനുള്ളിലായിട്ട് കറക്റ്റായിട്ട് കയറ്റിയിടുക. നമ്മളിപ്പോൾ കയറ്റിയിട്ടതിന് ശേഷം ഈ കപ്പ് വരുന്നത് ഇങ്ങനെ കറക്റ്റായിട്ട് ഇടുക. ഈ മില്ലിങ് കറക്റ്റാക്കി വെക്കുക. അതിനുശേഷം പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോക്കിൽ വീണ് കിടക്കും. ഇപ്പോൾ ലോക്കായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വലിച്ചു നോക്കുക. കാരണം ഇത് കറക്റ്റ് ലോക്കിലാണോ കിടക്കുന്നത്. കറക്റ്റ് ലോക്കിലല്ലെങ്കിൽ നമ്മൾ വലിച്ചു കഴിയുമ്പോൾ ഇത് ബാക്കിലോട്ട് ഇങ്ങനെ ഊരി വരും. ഇനി നമുക്ക് ഗ്ലാസ് പൊക്കിയും താക്കിയും നോക്കാം. നമ്മളിപ്പോൾ പൊക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ പൊങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ താഴുന്നുണ്ട്. ഈ ഒരു മോഡലിന് ഗ്ലാസ് എപ്പോഴും ഈ ഒരു പോർഷനിലേ വന്ന് നിൽക്കത്തുള്ളൂ. ആൾട്ടോയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്ലാസ് താഴെ വരെ നിൽക്കത്തുള്ളൂ, ഫുള്ളായിട്ട് താഴില്ല. പൊങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ താഴുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാരുതി സുസുക്കി ആൾട്ടോ 800ൻ്റെ റിയർ റൈറ്റ് വൈൻഡർ അസംബ്ലി എങ്ങനെയാണ് മാറുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഹാൻഡിൽ വെറുതെ കിടന്ന് ഫ്രീ ആയിട്ട് കറങ്ങുന്നുള്ളൂ, പക്ഷേ ഗ്ലാസ് പൊങ്ങിയും താഴിയും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഇത് വൈൻഡർ അസംബ്ലിയുടെ കംപ്ലയിൻ്റ് ആയിരുന്നു. ലെഫ്റ്റും റൈറ്റും വന്നിട്ട് വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടും വൈൻഡർ അസംബ്ലി വ്യത്യാസമുണ്ട്. ആൾട്ടോയും ഇതേ ഒരു പ്രൊസീജിയർ തന്നെയാണ് മാറുന്നത്. പക്ഷേ ആൾട്ടോ 800 തമ്മിൽ വൈൻഡറിൻ്റെ നീള വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാരുതി സുസുക്കി ആൾട്ടോ 800ൻ്റെ വൈൻഡർ അസംബ്ലി നമ്മൾ എങ്ങനെയാണ് മാറുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.